എല്ലാ പ്രേക്ഷകർക്കും ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വലിയൊരു കലാകാരനും പ്രശസ്ത കേരള നടനം കലാകാരനായ ഗുരു ഗോപിനാഥിന്റെ ശിഷ്യനുമായ അജയൻ തയ്യാർ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ, അതായത് കലാവിശേഷങ്ങളാണ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കുടുംബത്തിലെ 4 പേരും കലാകാരന്മാരാണ്, ഡാൻസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചാൽ. സർ നമസ്തേ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഡാൻസ് വിശേഷങ്ങൾ? ഡാൻസിൻ്റെ വിശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രിഫർ ചെയ്യുന്നത് കേരള നടനത്തിൻ്റെ ബേസിലാണ്. കേരള നടനത്തിൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് സംഘമായിട്ട് രൂപീകരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേരള നടനത്തിനാണ്. കാരണം കേരള നടനത്തിൻ്റെ തനത് ശൈലി, അതായത് ഗുരു ഗോപിനാഥിൻ്റെ കേരള നടനത്തിൻ്റെ അതേ ശൈലി നമ്മൾ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് കലയ്ക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ ആ ചുറ്റുവട്ടങ്ങൾ, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരാതെ അതിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കേരള നടനത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങ് ഈ കലാരംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ ആരും കലാകാരൻ ഡാൻസേഴ്സായിട്ട് ആരുമില്ല. എൻ്റെ താല്പര്യം തന്നെയാണ് എനിക്ക് ഈ കലയിലേക്ക് വരാം. കാരണം എൻ്റെ താല്പര്യം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സാറ് പഠിപ്പിക്കാൻ വരികയും ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ആ ഡാൻസ് കണ്ട് അവർ ചെയ്യുന്നത് പോലെ ഞാൻ കാണിക്കുന്നത് സാറിനത് വളരെയധികം എന്നോട് ഒരു ഇഷ്ടം തോന്നി. അദ്ദേഹമാണ് എന്നെ ഫീസ് ഒന്നുമില്ലാതെ എന്നെ ആദ്യം ഡാൻസ് പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടി പോയ സമയത്താണ് അദ്ദേഹം ഗുരുഗോപിനാഥിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നെ ഗുരുഗോപിനാഥ് സാറിൻ്റെ അടുത്ത് കൊണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാൻ ഗുരുഗോപിനാഥ് സാറിൻ്റെ അടുത്ത് പഠിക്കുകയും അവിടെ ഒരു 4 വർഷം പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുഗോപിനാഥ് സാറ് മരിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് മരിക്കുകയാണ്. ദശരഥൻ്റെ വേഷം കെട്ടി അതേ ദശരഥൻ്റെ മരണസമയത്ത് അതേ സമയത്ത് തന്നെ അദ്ദേഹം എറണാകുളത്ത് ഫൈനാൻസ് ഹാളിൽ വെച്ച് മരിക്കുന്നു. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ വേദിയിൽ എനിക്കൊരു പാട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് തിരുവനന്തപുരം സ്വാതിരുന്ന സംഗീത കോളേജിൽ പഠിക്കുന്നു. അവിടെ നിന്നും ഗുരുജിയുടെ ശിഷ്യരായിരുന്നു എനിക്ക് കൂടുതൽ എനിക്ക് ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ ഗുരുജിയുടെ ചിട്ട എനിക്ക് ഒട്ടും ചോരാതെ തന്നെ ഗുരുജിയുടെ അതിനുശേഷം ഗുരുജിയുടെ നേരിട്ടുള്ള ശിഷ്യരെയും എനിക്ക് കൂടുതൽ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് കേരള നടനത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം ഞാൻ അല്ലാതെ വെളിയിൽ പഠിച്ചത്. ശരിക്കും ഗുരുഗോപിനാഥിൻ്റെ കേരള നടനം ശരിക്കും നേരിട്ട് പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള. പിന്നെ ആ ഗുരുവിന്റെ ഒരു അവസാന നിമിഷങ്ങൾ പറഞ്ഞാൽ അത് ഏതൊരു കലാകാരന്റെയും ഒരു വലിയൊരു ആഗ്രഹമാണ്. അതായത് കലയോടുകൂടി തന്നെ മരിക്കണം, അവസാന നിമിഷങ്ങൾ ആകണമെന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ശരിക്കും ഭാഗ്യം ചെയ്ത ഒരാളായിരുന്നു. പറയാനില്ല, അത് ഭാഗ്യമെന്നോ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം അങ്ങനെയൊന്നും ആർക്കും കിട്ടാൻ വളരെ അപൂർവങ്ങളായി കിട്ടുന്നു. അതും സ്റ്റേജിൽ വെച്ച് എല്ലാവരും അങ്ങനെയൊക്കെ വന്നു മരിക്കാറുണ്ട്. പക്ഷെ ആ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദശരഥന്റെ മരണം, അതായത് ശ്രീരാമൻ കാട്ടിൽ പോകുന്ന അവസരത്തിൽ ആ ദശരഥന്റെ മരണം നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അങ്ങേറായി രാമാന്ന് വിളിച്ച് വിളിക്കുന്നത് തന്നെ അത് കാണാനുള്ള ഒരു ഭാഗ്യമെന്നോ അത് നമുക്ക് കാണുവാനുള്ള എന്താണെന്ന് എനിക്ക് പറയാറുണ്ട്. എന്തായാലും ആ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു പങ്കുചേരാൻ സാധിച്ച ഒരു വലിയ കലാകാരൻ യവനിലേക്കുള്ളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിടചൊല്ലിൽ കൂടെ ഒരു സാക്ഷിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അത് ഒരു കലാകാരൻ, ഒരു നർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു നർത്തകൻ മാത്രമല്ല, അദ്ദേഹം മൂകാംബിക ദേവിയുടെ വളരെയധികം ഭയങ്കര ഒരു ഭക്തനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനത്തെ ഒരു സായുജ്യം അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ എന്തായാലും അത് ഒരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു വലിയ കലാകാരന് അങ്ങനെ കിട്ടാൻ സാധിക്കും. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതിനൊരു സാക്ഷിയാവാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ചു. പിന്നെ അന്നത്തെ ഒരു കാലത്ത്, അതായത് ഈ ക്ലാസിക്കൽ ഡാൻസ് മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളായിരുന്നു കടന്നു വന്നിരുന്നത്. പുരുഷന്മാർ ഈ ഒരു ക്ലാസിക്കൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഒരു ഡാൻസ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ അത് ആണാണെങ്കിൽ ആ ഒരു സ്ത്രൈണത ഉണ്ടാവോ എന്നുള്ളൊരു ചിന്തയ്ക്ക് ഇന്നുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയുക?
അത് എനിക്ക് അതിനോട് വളരെയധികം പറയാനുണ്ട്. ഒന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മൾ കഥകളിയെ തന്നെ, കഥകളിയിൽ നിന്നാണ് കേരളം ഉണ്ടായത്. പക്ഷേ ഈ കഥകളിയിൽ നിന്നും നമുക്ക് പല കലാകാരന്മാർ, സ്ത്രീ വേഷം കിട്ടുന്ന കലാകാരന്മാരാണ്, വലിയ വലിയ കലാകാരന്മാർ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കാൾ സ്ത്രീ വേഷം കെട്ടിയ ഭംഗി വരുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്ക് അടുത്തറിയാറുണ്ട്. അദ്ദേഹം അവരെല്ലാം ഈ ഉടുത്തിലിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ശ്രേണഭാവം ഞാൻ അതിൽ കണ്ടിട്ടില്ല. അവരെ അഭിനയിച്ച കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൈതം ഒരു ചില ഭാവങ്ങൾ അവർ അഭിനയിക്കുന്ന ഒരു രീതി ഒരു വല്ലാത്ത രീതിയാണ്. ശൃംഗാരമൊക്കെ അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും അങ്ങനെ വരാൻ പറ്റില്ല, ഒരു നായികമാണ്. പക്ഷെ അവരൊന്നും ആ വേഷം മാറ്റിക്കഴിഞ്ഞാൽ അവരാരും സ്ത്രീകളായിട്ട് പെർഫോമൻസായിട്ട് ഞാൻ കാണുന്നില്ല. അവരെല്ലാവരും വെറും പുരുഷന്മാരായിട്ട് തന്നെയാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ. ഞാൻ തന്നെയും എന്നെ ആദ്യകാലങ്ങളിൽ ഡാൻസിന് പോയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ളത് ഇതേ അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ട്. കാരണം പെണ്ണുങ്ങളെ പോലെ നടക്കും. പക്ഷെ അത് എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ എനിക്കത് ഇതുവരെ ആവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ പെണ്ണുങ്ങളുടെ ആ ശയനഭാവം എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരാരും അങ്ങനെ സ്ത്രീകളെ പോലെ നടക്കുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഏകദേശം 45 വർഷം ആയി ഈ നൃത്തകലയിൽ പല നൃത്തങ്ങളും പഠിച്ചു, കഥകളി ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു. പൊതുവെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ആവും. പിന്നെ അത് ചിലരുടെ ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും, ഈ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാവും. അത് ഈ നൃത്തം പഠിക്കാത്തവരിൽ പലരും ഉണ്ടാവും. നൃത്തം ഒന്നും അറിയില്ല. എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു 2 ആൺകുട്ടികൾ വന്നിരുന്നു. അപ്പം നമ്മൾ സ്ത്രീകളെ പോലെയാണ്, അവർക്ക് ചില കാര്യങ്ങളുണ്ട്, അവർക്ക് കുറെ സർജറിയൊക്കെ കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടേതായിട്ടുള്ള ഈ ലാംഗ്വേജ് ഉണ്ട് ബോഡിക്ക്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ആരും അവർ നടനം പഠിച്ചവരല്ല, അവർ നർത്തകരായിട്ടുള്ളവരാണ്. നൃത്തം പഠിക്കാൻ പിന്നീട് വന്നിട്ടുള്ളവരാണ്. അവരാരും നൃത്തം പഠിച്ചുകൊണ്ട് ശ്രയണഭാവം വന്നവരല്ല. അപ്പൊ ശ്രയണഭാവം എന്ന് പറയുന്നത് നൃത്തത്തില് യോജിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് എന്റെ വിലയിരുത്തലാണ്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്റെ വിലയിരുത്തലിൽ എനിക്ക് അങ്ങനെ വിലയിരുത്തൽ ഈ ഒരു തുറന്നു പറച്ച് പ്രേക്ഷകർക്കും കൂടി ഒരു പുതിയൊരു അറിവായിരിക്കും. അല്ലെങ്കിൽ പൊതുവെയുള്ളൊരു ആ ഒരു അങ്ങനെയാണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ, അതിനെതിരെ ഒരു പൊളിച്ചെടുത്തായിരിക്കാം. പിന്നെ സർ, കേരള നടനം, കഥകളി, ഇത് രണ്ടും 2 തലത്തിലുള്ള ആർട്ട് ഫോംസ് ആണോ അതോ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന? അതായത് കഥകളിയിൽ നിന്നാണ് കേരള നടനം ഉണ്ടായ സമയം. കാരണം ഗുരുഗോപിനാഥ് എന്ന് പറയുന്ന നർത്തകൻ, അദ്ദേഹം കഥകളി നടനായിരുന്നു. നല്ല തികഞ്ഞ നല്ലൊരു ഉള്ള നല്ലൊരു നടനായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് ഈ കേരള നടനം രൂപീകരിച്ചത്. അതിൽ തന്നെ കഥകളിയുടെ മുദ്രയാണ് അതേപടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുവടുകൾക്ക് വളരെയധികം ലളിതമായിട്ട് ആവിഷ്കരിച്ചു. പിന്നെ നമ്മൾ അഭിനയത്തിൽ ലോകധർമ്മി, നാട്യധർമ്മി എന്നുള്ള അതിൽ നാട്യധർമ്മിയാണ് ഏറ്റവും കൂടുതൽ കഥകളി. അത് പണ്ഡിതനും പാമരനും ഒരേപോലെ മനസ്സിലാകാത്ത വിധത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ നൃത്തം എങ്ങനെ എത്തിക്കാമെന്നുള്ള ഒരു കാര്യമാണ് കേരളം. അതുകൊണ്ട് കഥകളിയിൽ നിന്നും വളരെ വേഷവ്യത്യാസം, കഥകളിയുടെ വേഷവ്യത്യാസം അല്ല കേരളം. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനവും അഭിനയത്തിനും ലോകധർമ്മിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം സാധാരണക്കാരന് മനസ്സിലായി, ഇപ്പോൾ പൂവന്നിനെ കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലായി. അതിന് കൂടുതൽ പ്രാധാന്യം നൽകണം. അപ്പം നാട്യധർമ്മിയിൽ ഉള്ള അത്രയും നാട്ടിൽ വളരെ പണ്ഡിതരായിട്ടുള്ള ഒരാൾക്ക് മാത്രം വീക്ഷിക്കുക, മറ്റുള്ളവർ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രീതിയല്ല. കേരള നടനത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയാണ്. എന്നാൽ അഭിനയിക്കാൻ കഴിവുള്ള കലാകാർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അവരുടെ കഴിവുകൾ എത്രത്തോളം പുറത്തു വരാമെന്ന് ഞാൻ എല്ലാ കലയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൃത്തകലയിൽ ഏറ്റവും കൂടുതൽ അഭിനയവും മറ്റു കാര്യങ്ങളും കേരള നടനത്തിൽ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. സാറിന് ഈ നൃത്തകലകളില് വ്യത്യസ്ത എന്താ പറയാ രൂപങ്ങളില് ഏറ്റവും താല്പര്യം കേരള നടനത്തോടാണ്? എനിക്ക് കേരള നടനത്തോടാണ് താല്പര്യം. കാരണം അടിസ്ഥാനപരമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഗുരുനാഥ് സാറിൻ്റെ ശിഷ്യനായിരുന്നു എന്നെ ആദ്യം തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു വഴിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഗുരുഗോവിന്ദ് സാറിൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയത് ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഞാൻ പഠിച്ചതെല്ലാം അല്ലാതെ പഠിച്ചത്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിരിക്കുന്ന കേരളം. അപ്പം അതുകൊണ്ട് എനിക്ക് പൊതുവെ ചോദിക്കേണ്ട കാര്യമില്ലാതെ കേരള നടനം തന്നെ എനിക്ക് എൻ്റെ അടിസ്ഥാനപരമായി ഇഷ്ടം. അത് തന്നെയാണ്. പിന്നെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും കലാകാരന്മാരാണ്. എല്ലാവരും. എനിക്ക് 2 മക്കളാണ്. 2 പെൺമക്കളും. കാരണം
ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വൈഫ് ഇതേപോലെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. എന്നെ കോളേജിൽ പഠിപ്പിച്ച സുന്ദരീശ്വരി എന്ന ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ കീഴിൽ ചെന്ന് നൃത്തം പഠിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ ടീച്ചറിന് പോയി. ആദ്യം കൊച്ചിലെ 10ാം ക്ലാസ് വരെ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളാകുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുടുംബ സാഹചര്യം അനുസരിച്ച് നൃത്തത്തിനൊന്നും ഇടാത്ത ഒരു സാഹചര്യമാണ്. നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വേറെ വഴിക്ക് പോകുമെന്നുള്ള പേരൻസിന്റെ ചിന്താഗതിയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ പുള്ളിക്കാരിക്ക് നൃത്തം എന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. അതിനുശേഷം വിവാഹത്തിന് ശേഷം പിന്നെ അവർ തുടർന്ന് പഠിക്കുകയും പിന്നെ ഞാൻ ക്ലാസ് എടുക്കുകയും അതിനുശേഷം ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ ഇപ്പം എന്നെ സഹായിക്കണം. മക്കളെന്ന് പറയുന്നത് ജനിച്ച അപ്പോഴും മുതൽ തന്നെ കളരിയിൽ തന്നെയാണ് അവരുടെ വരുന്നത്. ആദ്യമായിട്ട് അവർ വീട്ടിലല്ല വന്നത്, കളരിയില്ല. കാരണം വീട് തന്നെയാണ് നമ്മുടെ. അപ്പം ജനിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതേ കളരിയിലേക്കാണ്. അപ്പൊ ആ തരത്തിൽ വന്ന് അവരിപ്പോൾ മൂത്ത ആൾ വന്നിട്ട് 22 വയസ്സായത്. അവർ മൊത്തത്തിൽ എന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ പുതിയ പുതിയ ഐറ്റങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുകയും മറ്റു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനും 2 മക്കളും 2 പേരും എല്ലാം നന്നായിട്ട് നമ്മൾ 4 പേരും ഒരേപോലെയാണ് ഈ നൃത്ത ക്ലാസ് കൊണ്ടുപോകുന്നത്. നിങ്ങള് പുറത്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റേജ് ഷോ നമ്മൾ ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിൽ ചെയ്യുന്നുണ്ട്, സാംസ്കാരിക വകുപ്പിന്റെ കീഴിലൊക്കെ വരുന്ന പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓണത്തിന് അവരുടെ ടൂറിസത്തിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നു ഒരുപാട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം തന്നെ ഓരോ തീം ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ നേരത്തെ കേരള നടനമാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ അവരുടെ ഉള്ളിൽ ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുന്ന കേരളമാണ്. അപ്പോൾ കേരള നടനമാകുമ്പോൾ ഒരു തീം എടുത്ത് രാമായണം അല്ലെങ്കിൽ ദക്ഷയാഗം, കൃഷ്ണചരിതം, ഇങ്ങനെയുള്ള കിരാതം, ഇങ്ങനെയുള്ള തീമായിട്ട് നമ്മൾ കഥ പോലെ സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ആൾക്കാർ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റോറി തീരുന്നത് വരെ ഓഡിയൻസ്. മറ്റത് ആകുമ്പോൾ ഒരു ഐറ്റം ഒരു വർണ്ണം അല്ലെങ്കിൽ ഒരു പദം കളിച്ച് കഴിയുമ്പോഴേക്കും അടുത്തത് തുടങ്ങുന്നുണ്ട് ആൾക്കാർ പോകുന്നവരെ. പക്ഷെ മനസ്സിലാകാതെ വരികയും പിന്നെ എല്ലാവരും തിരക്കല്ലേ, മനസ്സിലാകാത്തതുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഇരിക്കുമ്പോൾ അവരുടെ തിരക്ക് കാരണം എന്തെങ്കിലും പല ആവശ്യങ്ങളായിട്ടുള്ളൂ. പക്ഷെ നമ്മളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓഡിയൻസ് ഇരിക്കുന്നത് നമ്മൾ ഒരു സ്റ്റോറി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്തിട്ട് പോകാൻ പറ്റും. ആ തരത്തിലുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാക്കാം. ഓഡിയൻസിന് അത്രത്തോളം അവരുടെ അടുത്ത് അവരുടെ മനസ്സിൽ കയറാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പം ഈ നമ്മള് ഷോസ് ഒക്കെ ചെയ്യുമ്പോഴേ കുട്ടികളൊക്കെ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? അവരുടെ ടാലന്റ് അനുസരിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമുക്ക് വന്നിട്ട് LKG മുതൽ ഇവിടെ കൊണ്ടാക്കി ഇപ്പൊ എന്റെ മൂത്ത മകളുടെ പ്രായമുള്ള കുട്ടികൾ നമുക്കിവിടെ ഉണ്ട്. അപ്പൊ ആ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വെറും ഒരു നൃത്ത ക്ലാസ് ആയിട്ട് മാത്രമല്ല, നമ്മളൊരു ഫാമിലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് അവരുടെ പാരന്റ്സ് ആയിട്ടായാലും ആ കുട്ടികളുമായിട്ടുള്ള ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് വളരെയധികമാണ് കുറേ കുട്ടികൾ. അപ്പൊ അവര് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പോവുക. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചെടുക്കാനും പുതിയ കോറിയോഗ്രാഫി ചെയ്യാനും നമുക്ക് വളരെയധികം എളുപ്പവും വളരെ ഭംഗിയായിട്ട് ചെയ്യാനും സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അവർക്കൊരു പുതിയ ഐറ്റം നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള കുറേ കുട്ടികൾ നമ്മൾ സെലക്റ്റീവായിട്ട് വെച്ചു. പിന്നെ പുതിയ കുട്ടികൾ വരുന്നുണ്ട്, ടാലൻ്റായിട്ടുള്ള കുട്ടികൾ വരുന്നവരാരെയും ഒരല്പവും നിരുത്സാഹപ്പെടുത്താതെ അവരെയും നമ്മൾ ഇവരുടെ കൂടെ കൊണ്ടുവന്ന് മെയിനിലോട്ട് കൊണ്ടുവരാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഈ അടുത്ത് നമ്മളൊക്കെ കേട്ടൊരു സംഭവമാണ് സത്യഭാമ വിഷയം. അപ്പൊ സത്യഭാമ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നത്, സൗന്ദര്യമുള്ള കുട്ടികൾക്ക് ഡാൻസ് പഠിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പെർഫോം ചെയ്യണമെങ്കിൽ സൗന്ദര്യം അവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മള് കേരളം മൊത്തം അതിനെതിരെ പ്രതികരിച്ചതുമാണ്. അപ്പൊ സാറിന്റെ അഭിപ്രായത്തിൽ അതിനോട് ഇപ്പൊ പറഞ്ഞ വ്യക്തി ടീച്ചർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഞാൻ ആരും ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും എനിക്ക് പ്രതികരിക്കാനൊന്നും ഞാനാകില്ല. ഒരു വിവാഹത്തിലേക്ക് പോകാനൊന്നും ഓരോരുത്തരും ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമുണ്ട്. ഇപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായം പറയാം. അത് ചിലരെ നോവിച്ചെന്നിരിക്കാം, ചിലർക്ക് അത് സന്തോഷപ്പെട്ടിരിക്കാം. അതൊക്കെ അവരുടെ തമ്മിൽ ചോദിക്കേണ്ട കാര്യമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് നൃത്തം എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സൗന്ദര്യത്തിനാണ്. മേക്കപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്.
അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ അപ്പം ഒരു കഥകളി സാധാരണ ഒരു കഥകളി നടനാവട്ടെ ചിലപ്പോൾ കാണാൻ അദ്ദേഹത്തെ ഭംഗിയാണ്. പക്ഷെ അദ്ദേഹം വേഷം കെട്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപഭംഗിക്ക് വളരെ അധികം വ്യത്യാസം വരുന്നു. അത് മേക്കപ്പാണ്. ആ മേക്കപ്പിനെ നമ്മൾ അംഗീകരിച്ചു. ആ മേക്കപ്പിനെ ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ മറ്റത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ പറയുന്ന കാര്യത്തിൽ എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായമില്ല. കാരണം ഞാൻ പറയുന്ന കാര്യമില്ല. ഓരോരുത്തർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. എനിക്കിപ്പോ താങ്കളെ പറയാം എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് അത് ചിലപ്പോൾ സന്തോഷമുള്ള കാര്യമായിരിക്കാം, ചിലപ്പോൾ അത് ദുഃഖം വന്നിരിക്കാം. പക്ഷെ അതിനൊരു പ്രത്യേക ഒരു അഭിപ്രായം ഞാൻ പറയാം. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഒരു ഇരുനിറമുള്ള അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തൊരു കുട്ടി വന്നിട്ട് ഡാൻസ് ചെയ്യുകയാണെങ്കിലും ആ കുട്ടിക്ക് പെർഫോം ചെയ്തുകൂടെ? മേക്കപ്പ് എന്നുള്ള ഫാക്ടർ അവിടെ ഉണ്ടല്ലോ. പിന്നെ സൗന്ദര്യം അടിസ്ഥാനമായ ഞാനിവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും സൗന്ദര്യമുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള കുട്ടികൾ, പല നിറത്തിലുള്ള കുട്ടികൾ, കറുപ്പ് വരുന്നുണ്ട്, വെളുത്ത കുട്ടികൾ വരുന്നുണ്ട്, ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ഇവർക്കാദ്യം നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ കഴിവിനെ നോക്കിയാണ്. അവർ നന്നായിട്ട് കളിക്കുമെങ്കിൽ അവരെ നന്നായിട്ട് അവരുടെ സൗന്ദര്യത്തിന് നമ്മൾ മേക്കപ്പ് ചെയ്ത് ഓവർ മേക്കപ്പ് ഇല്ല. നമ്മളിവിടെ തന്നെ കുട്ടികൾ സീനിയർ ആയിട്ടുള്ള പിള്ളേർ അവരുടെ സൗന്ദര്യത്തെ അവർ തന്നെ മോഡിഫൈ ചെയ്താണ് കൊണ്ടുവരുന്നത്. അല്ലാതെ അവരെ പ്രത്യേകിച്ച് കൂടുതൽ പേസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കറുത്ത കുട്ടിയാണ് വന്നാലും അയാളുടെ അനുസരിച്ചുള്ള കളറെ നമ്മൾ കൊടുക്കുള്ളൂ. അല്ല അയാളെ വെളുപ്പിച്ച് വളരെ ഇതായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു. അയാളുടെ കഴിവ് വരട്ടെ എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നു. ആ കഴിവിനെ മാത്രം അയാളുടെ ഉള്ളിലിരിക്കുന്ന സാധനം ഈ മുഖത്ത് വരുന്നത്. അഭിനയം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിരിക്കുന്ന അഭിനയം പറഞ്ഞാൽ അഭിനയിക്കുക, മുന്നിലോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഓരോ കഥാപാത്രങ്ങളെ, ഉള്ളിലുള്ള കഥാപാത്രങ്ങളെ മുഖത്തിലൂടെ അത് നയിക്കുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്, നയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. മുന്നിലോട്ട് നയിക്കുന്ന കഥാപാത്രങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലാതെ ഒരു വ്യക്തിയല്ല കാണുന്നത്. ഇപ്പൊ ശ്രീരാമനായിട്ട് ഇത് എത്ര ഭംഗിയില്ലാത്ത ആളെന്നോ അല്ലെങ്കിൽ ഭംഗിയുള്ള ആളോ എന്നുള്ളതല്ല വിളിച്ചത്. അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തെ എത്രത്തോളം അദ്ദേഹം നന്നാക്കുന്നു, ആ കഥാപാത്രത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതേ നമ്മളിവിടെ ചെയ്യുന്നത്. അല്ലാതെ നമ്മളതിനകത്ത് പ്രത്യേകിച്ച് ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഒരു കുട്ടികളുടെയും ജാതി മത ഭേദമന്യമില്ല. എല്ലാം നമ്മുടെ മക്കളെ കൂടെ. ഒരു കുട്ടികൾക്കും അങ്ങനെ ഒരു പ്രത്യേകത. അത് എൻ്റെ മക്കൾക്ക് കൂടെയും ഞാൻ പഠിപ്പിക്കുന്നതിൽ നമ്മൾ പ്രത്യേകത കൂടെ. പിന്നെ സാർ ഇതുവരെ ചെയ്തിട്ടുള്ള വേഷങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയിട്ട് ചെയ്തൊരു വേഷം എനിക്ക് കഥാപാത്രങ്ങളിൽ എനിക്ക് ഞാൻ ചെയ്ത എനിക്ക് ഹനുമാൻ സീത ഒന്ന് ചെയ്യുന്നു. അത് ഹനുമാൻ സീത ചെയ്യാൻ കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് ഇഷ്ടം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹനുമാൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വളരെ പഠിച്ച ശരീരത്തോടുകൂടി, എന്നാൽ അദ്ദേഹം ഈ മാസ്ക് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു വളരെ ശക്തിയുള്ള ഒരു ഭഗവാനായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ ഹനുമാൻ സീതയുടെ അടുത്ത് വരുന്ന ഹനുമാൻ നേരെ ഇതെല്ലാം മറന്നു. അവിടെ പിന്നെ ആ ശക്തിയോ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവവും അവിടെ വരുന്നില്ല. സീത എന്ന് പറയുന്ന വളരെ ദീനായിട്ടിരിക്കുന്ന ഒരു ദേവിയുടെ അടുത്ത് വരുമ്പോൾ ഒരു കൊച്ചു മകനായിട്ടാണ് അദ്ദേഹം അവിടെ കാണുന്നത്. അപ്പൊ അത് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാളിത്യം, ഒരു അമ്മയുടെ അടുത്ത് നിന്ന് അതെനിക്ക് വളരെയധികം ചെയ്യാൻ സാധിച്ചത്. എനിക്ക് എൻ്റെ മനസ്സിനകത്ത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു കഥാപാത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേഷം വന്നിട്ട് ഈ ഹനുമാന്റെ വേഷവും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഒരു കുട്ടിയുടെ വേഷം, അതായത് അവിടെ ചെല്ലുമ്പോൾ രാമന്റെ ദൂതനായിട്ട് അവിടെ ചെല്ലുകയും രാമന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ സീതയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹനുമാൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ, അമ്മയെ കാണുമ്പോൾ മകനുണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ അവസ്ഥ എന്ന് പറയുമ്പോഴേ അവിടെ ചെന്ന് ആ ഇരിക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കളിക്കുമ്പോൾ ഈ ഹനുമാനല്ലേ, ഹനുമാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, വളരെ പ്ലീസ് ചെയ്തും വളരെ മുട്ടൊക്കെ വളച്ച് വല്ലാത്ത ഒരു ഇതിലും നിൽക്കുന്നു. അപ്പൊ ഞാൻ പറയാം, അദ്ദേഹം വംശം കൊണ്ട് വാനര വംശത്തിൽ ജനിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശ്രേഷ്ഠ ഞാൻ കാണിക്കണം. ഒന്ന്, അത് നമ്മൾ മനുഷ്യനായിട്ടുള്ളതാണ്, മനുഷ്യനാവണം. അപ്പൊ നമ്മൾ മനുഷ്യനായി ഇരുന്നുകൊണ്ട് ഹനുമാന്റെ അവസ്ഥ കാണിക്കുമ്പോൾ ഒരു ഹനുമാനായിട്ട് മറ്റുള്ളവർക്ക് തോന്നണം. എന്നാൽ ഇത്രയും വലിയ ഹനുമാൻ സീതയുടെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഹനുമാൻ ഒരു വേറെ തലമാണ് ഹനുമാൻ. അതുവരെ ഉണ്ടാവില്ല. ആ ഒരു വേഷം കാണിക്കുമ്പോൾ മനസ്സിനകത്തൊരു വല്ലാത്തൊരു സന്തോഷം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത്. അതാണ് സന്തോഷം. ഇനി ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് പുതിയ കലാപാത്രങ്ങളിലും എനിക്ക് ചെയ്യാൻ ഏറ്റവും ഒരു അനിഷ്ടനായ കർണന്റെ. ഞാൻ നാടകം കണ്ടിട്ടുണ്ട്, മോഹൻലാൽ അദ്ദേഹമൊക്കെ ചെയ്തിട്ടുള്ള. അതൊന്നും താരതമ്യപ്പെടുത്തില്ല. അത് കണ്ടപ്പോൾ അതെനിക്ക് മനസ്സിനകത്തൊരു വല്ലാത്ത ഒരു ഇതാണ്. കാരണം
അതും ഈ പറയുന്ന വേറൊരു തരം അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ ഒരു കഴിവുകളായാലും അദ്ദേഹത്തിന്റെ ശക്തിയുടെ കാര്യത്തിലായാലും, പക്ഷെ പല സ്ഥാനത്തും വരുമ്പോൾ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ധർമ്മമുള്ളിലുണ്ട്, അദ്ദേഹത്തിന്റെ സത്യത്തെ അദ്ദേഹം പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കവചകുണ്ടലം വരെ മാറ്റി കൊടുക്കേണ്ട അവസ്ഥ. പക്ഷെ എന്നാലും കർണന് ഒരു നായകൻ എന്നുള്ളൊരു രൂപം, നായകൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത തലമാണല്ലോ കർണൻ. അതുകൊണ്ടാണ് ഈ നാടകത്തിലൊക്കെ ഇത്രയും വിജയിക്കാൻ കാരണം. കർണൻ എന്ന് പറയും ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഒരു ഇതാണ്. കർണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കാണുന്ന വേറെ പ്രതിനായകൻ എന്നുള്ള അദ്ദേഹം ഒരു വല്ലാത്ത. അപ്പൊ ആ ഒരു കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ അറിവുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇങ്ങനെ പലരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെ നമുക്ക് സ്റ്റേജിൽ നാടകമല്ലല്ലോ, നൃത്തമല്ലേ, അത് ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാം. സാധാരണ ഒരു പാട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കാണിക്കാം, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആശയങ്ങളെ നമ്മൾ പുറത്തുകൊണ്ടുപോകണം. അദ്ദേഹത്തിൻ്റെ നന്മ, കാരണം നൃത്തം എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൽ നന്മ വരുത്തുന്നത്, എപ്പോഴും നന്മ ചെയ്യുന്ന കാര്യം, നന്മയും പുതിയ പുതിയ ആശയങ്ങൾ മറ്റു തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയും ഒരു നൃത്തത്തിൽ ഒരു നൃത്തം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പുരാണങ്ങളിൽ കൂടെ ആണെങ്കിൽ കൂടെയും അത് സമൂഹത്തിൽ നന്മ വരുന്ന കാര്യമാകുമ്പോൾ ആ നൃത്തം വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ കിരാതമായിക്കോട്ടെ, കിരാതം എന്ന് പറയുന്ന സംഭവത്തിൽ അഹങ്കാരം എന്ന് പറയുന്ന ഒരു തിന്മയെ വളരെയധികം ലാഘവത്തോടുകൂടി ഭഗവാനെടുത്ത് കളയുന്ന ഒരു രീതിയാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്തും ഒരു വല്ലാത്തതാണ്. ചിലപ്പോൾ തോന്നുന്നു നമുക്കും ഉണ്ടായ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടായാലും നമുക്കും അത് കളയാനായിട്ടൊരു വഴി, നമുക്കും ഒരു നല്ലൊരു വഴിയാണ് അതെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഇവിടെ ഏത് പ്രായം മുതലാണ് കുട്ടികൾ വരുന്നത്? ഇവിടെ 5 വയസ്സ് മുതലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4 വയസ്സായ കുട്ടികൾ വരെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അവർ വീട്ടിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ ഉണ്ട് 4 വയസ്സായ കുട്ടികൾ കുറച്ച് പേരുണ്ട്. അവർ നന്നായിട്ട് നമ്മൾ അനുസരണയോടുകൂടി നമ്മൾ ചോദിക്കാറുണ്ട് LKG UKG കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കുള്ളൂ. കാരണം 5 വയസ്സാകുമ്പോൾ അവർക്ക് ഒരു ടീച്ചിങ്, കാരണം ഒരു സാറിൻ്റെ അടുത്ത് നിൽക്കാനും എക്സ്പീരിയൻസ് കാണും. സ്കൂളിൽ പോയി മറ്റു കൊച്ചു കുട്ടികളാകുമ്പോൾ നമ്മളെ സാറായിട്ട് അവർ അംഗീകരിക്കില്ല. അവർ പിന്നെ അവരുടേതായിട്ടുള്ള ശ്രേഷ്ഠ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ 4 വയസ്സായ കുട്ടികളാണെങ്കിൽ LKG പോയി അവർ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറെ കുട്ടികളുടെ ഇപ്പം നിൽക്കുന്നുണ്ട്. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൺകുട്ടികൾ പണ്ടത്തെ കാലത്ത് നൃത്തരംഗത്തേക്ക് വരുന്ന ഒരു കാര്യം. ഇന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു മടിയുണ്ട് ആൺകുട്ടികൾക്ക് ഇതിലേക്ക് കടന്നു വരാൻ. ഇതൊന്ന് കൂടുതലായിട്ടും വെസ്റ്റേൺ ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണോ ആൺകുട്ടികൾ പൊതുവെ ഇപ്പം ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? അതല്ല, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൺകുട്ടികൾ നമുക്ക് സംസ്ഥാന കലോത്സവവും മറ്റ് കലോത്സവവും നോക്കി അറിയാം. ഒരുപാട് നല്ല ആൺകുട്ടികൾ, നല്ല കഴിവുള്ള കുട്ടികൾ, പാരമായ കഴിവ്, നമുക്കൊന്നും ചിലപ്പം ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള നല്ല കഴിവുകളാണ്. കാരണം അഭിനയിച്ച് ഒരു വിഷയം കൊടുത്താൽ അത് അഭിനയിച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൺകുട്ടികളുണ്ട്, നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പം അത് പിന്നോട്ടെന്ന് പറയാൻ പറ്റില്ല. ക്ലാസിക്കലിന് വെസ്റ്റേൺ പ്രത്യേകം എടുത്ത് വരുന്ന കുട്ടികളുണ്ട്. കാരണം വെസ്റ്റേൺ അത് ഇവിടെ തന്നെ ഒരുപാട് അന്വേഷണം വരുന്നുണ്ട്. വെസ്റ്റേണിന്റെ മോളാ പഠിപ്പിക്കുന്നത്, വെസ്റ്റേൺ പഠിപ്പിക്കുന്നത് കുറച്ച് കുട്ടികൾ, ആൺകുട്ടികൾ കുറച്ചാണ്. പക്ഷെ വെസ്റ്റേൺ മാത്രമായിട്ട് ചോദിച്ചു വരുന്നത്. ഇപ്പം ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ക്ലാസിക്കലുണ്ടോ വെസ്റ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. അല്ല, ക്ലാസിക്കൽ പഠിക്കാൻ വന്നിട്ട് വെസ്റ്റേൺ പഠിക്കുന്നവരായിട്ട് ആരും ഇവിടെ ക്ലാസിക്കൽ പഠിച്ചവരാരും വെസ്റ്റേണിലോട്ട് പോയിട്ടില്ല. എല്ലാവരും ക്ലാസിക്കലാണ്. കാരണം ആൺകുട്ടി ഇപ്പോഴും 4-5 കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട് പഠിക്കുന്ന ആൺകുട്ടികളുണ്ട്. അവരാരും വെസ്റ്റേണിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ക്ലാസിക്കലിൽ അവർ വളരെയധികം തൃപ്തരാണ്. ഇപ്പം സംസ്ഥാന കലോത്സവത്തിൽ തന്നെ 2 കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിച്ച 2 പേർക്ക് ഏജ് ആയിട്ടുള്ള കുട്ടികൾ അവർ ക്ലാസിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആൺകുട്ടികൾ അങ്ങനെ പുറകിലോട്ടെന്ന് പറയാനില്ല. ആൺകുട്ടികൾ നല്ല രീതിയിൽ ഇപ്പോൾ ക്ലാസിക്കൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കലോത്സവത്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് മത്സരമാണ്. പാരന്റ്സ് തമ്മിലുള്ള മത്സരം, അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി അവർ കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് കലാതിലക, കലാപ്രതിഭ എന്ന് പറഞ്ഞ പട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ഒരു മത്സരം ശരിക്കും പറഞ്ഞ ഈ ഒരു കലാരംഗത്ത് യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ ആവശ്യമുള്ളൊരു ഘടകമാണോ? ശരിക്കും പറഞ്ഞാൽ മത്സരം വേണം. മത്സരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവരുടെ ബുദ്ധിപൂർവമായ മത്സരം വേണം, അവരുടെ കഴിവുകൾ തന്നെ മത്സരം വേണം. കാരണം മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ കലയാകട്ടെ
അത് പഠിക്കുന്ന കാര്യമാവട്ടെ, എല്ലാത്തിനും മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനമാണ് മത്സരം എന്ന് പറയുന്നത്. മത്സരിക്കുക, ഇപ്പോൾ ഓട്ടം സ്പോർട്സിലായാലും മത്സരിച്ച് ജയിക്കുക. ഈ ജയം എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് എല്ലാവരും ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു കഴിയുന്നത്. നമ്മൾ പരാജയത്തിലേക്കാണ് നമ്മളൊരു സംഭവം. ഇപ്പം മത്സരത്തിന് പരാജയം എന്നുള്ള പേരാണ് വെച്ചിരുന്നെങ്കിൽ ആരും പിന്നോട്ട് പോകാൻ ഈ മത്സരാർത്ഥികൾ ആരും വരത്തില്ല. കാരണം ആരും പിന്നോട്ട് നോക്കുവാനോ പിന്നോട്ട് പോകാനോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മത്സരം മുന്നോട്ട് പോകണം, വിജയിക്കണം. അപ്പോൾ ഈ വിജയം എന്ന് പറയുന്ന ഉള്ളിലുള്ള വിജയമാണ്. ഉള്ളിൽ നമ്മൾ വിജയിക്കണം. നമ്മുടെ കഴിവിനെ എത്രത്തോളം അത് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള മത്സരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള മത്സരം വരികയും വേണം. അത് വളരെയധികം കുട്ടികൾക്ക് വരും തലമുറകൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത്. കാരണം ഈ കലകൾക്ക് തന്നെ കൂടുതൽ പ്രചോദനം കിട്ടിയ മത്സരങ്ങൾ കൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ ഇത്രത്തോളം പ്രചാരവും കിട്ടത്തില്ല. പല നാടൻ കലകളും ഇന്ന് മൺമറഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ ഇന്ന് യുവജനോത്സവ വേദിയിൽ അങ്ങനെയുള്ള മത്സരങ്ങളുള്ളത് കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് വരികയും മത്സരിക്കാനുള്ള ഒരു ഉണ്ടാകുന്നത്. അപ്പോൾ അത് മത്സരം എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ തള്ളി പറയാൻ പറ്റില്ല. മത്സരം വേണം, അത് ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ്. കഴിവിനെ തമ്മിൽ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം രണ്ട് കുട്ടികൾ തമ്മിലുള്ള കഴിവുകൾ അവരെ മത്സരിച്ച് അവരുടെ നല്ല സമയം ഇപ്പം കാണിച്ചിരിക്കുന്ന എ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നതിനേക്കാളും ഈ പറയുന്ന എ ഗ്രേഡ് കൊടുക്കുന്നതോടുകൂടി അത് 3-4 കുട്ടികളുടെ കഴിവ് പുറത്തു വരാൻ പറ്റും. എ ഗ്രേഡ് ഉള്ളു. അപ്പോൾ അവന് മറ്റുള്ള കുട്ടിയോട് അസൂയ തോന്നേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ മറ്റേ കുട്ടിയോട് അസൂയ തോന്നേണ്ട കാര്യമില്ല. കാരണം അയാൾക്കും കിട്ടിയ എ ഗ്രേഡ് എനിക്കും കിട്ടിയില്ല. അവിടെ തമ്മിൽ അവരുടെ മാനസികമായിട്ടുള്ള മത്സരമല്ലാതെ വൈരാഗ്യകരമായിട്ടുള്ള മത്സരമല്ല അവിടെ. അപ്പോൾ എനിക്കും കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് മാറ്റിയിട്ട് ഗ്രേഡ് വന്നതോടുകൂടി അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ഈ കോഴ വാങ്ങിയെന്നോ എന്നൊക്കെ പറയുന്നതിനോട് അതൊരു അനാരോഗ്യകരമായ കാര്യമാണ്. അങ്ങനെ ചെയ്യിക്കുന്നത് അത് കുട്ടികൾക്ക് കൂടുതൽ ദോഷം ചെയ്യുന്നതാണ്. നമ്മളിപ്പം ഒരു കുട്ടിയെ നമ്മൾ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ കുട്ടിയാവട്ടെ ആരുടെ കുട്ടിയാവുമ്പോൾ നമ്മളത് പൈസ കൊടുത്താണ് അവളുടെ കഴിവോ അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ കഴിവുള്ള കുട്ടിയെ നമുക്ക് ഒരു കാരണവശാലും ഒരിക്കലും ബാക്കിൽ നിർത്താൻ പറ്റത്തില്ല. ആ കഴിവെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലുള്ള കഴിവാണ്. അത് ഒരു മത്സരം ഇപ്പോൾ യുവജനോത്സവം അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ എവിടെ ആയാലും അവൻ മത്സരിച്ച് 1ാം സ്ഥാനത്തെത്തും. അത് അവൻ്റെ ജീവിതത്തിലായാലും എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് അവനെ ഒരിക്കലും ഒരു കഴിവിനെയും നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. അത് പൈസ കൊണ്ടോ ഒന്നിനെ കൊണ്ട് സാധിക്കില്ല. അത് തൽക്കാലമായിട്ട് നമുക്ക് ഒരു മത്സരത്തിൽ ഒരു പ്രൈസ് കിട്ടുക എന്നുള്ളതല്ലാതെ പിന്നെ മേലോട്ട് പോകുക അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഒരാളെടുത്ത് ഈ കോഴ കൊടുത്ത ആൾക്കാർക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഈ ഫസ്റ്റ് കഴിവുള്ള കുട്ടി നിൽക്കുന്നിടത്തോളം കാലം പൈസ കൊടുത്ത കുട്ടി എന്നായാലും പിന്നിലെ അവരോട് എന്നും പൈസ കൊടുത്ത് പോകേണ്ടി വരും. അപ്പൊ അത് ആ കുട്ടിയുടെ ഭാവിക്ക് കൂടുതൽ ദോഷത്തിലേക്ക് വരും. അതേസമയം 2ോ 3ോ കിട്ടിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ടിട്ട് അടുത്ത വർഷം അവനെ മത്സരിക്കാനുള്ള കൂടുതൽ പ്രചോദനം കൊടുത്ത് നീ അവനിൽ നിന്ന് ഫസ്റ്റ് വാങ്ങണം, അടുത്ത വർഷം ഫസ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു മത്സരമാണ്. അവന്റെ കഴിവ് കൂടുതൽ ഉത്തേജിപ്പിച്ചു കൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ല സാധാരണ പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന മത്സരത്തിനോട് വിജയത്തിനോട് എനിക്ക് ഇഷ്ടമല്ല. നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അത് ശരിയായ ഒരു കാര്യമല്ല. നമ്മളൊക്കെ കഴിഞ്ഞ യൂത്തോത്സവ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ചില കുട്ടികൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്ത അവസ്ഥ, അവര് സമ്മതിക്കാതിരിക്കുക, അതൊക്കെ അവരുടെ മാനസിക ആരോഗ്യത്തെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവം മാനുഷികമായിട്ടുള്ള ഒരു പക്ഷേ എല്ലാ പലതരത്തിലുള്ള പഞ്ച്വാലിറ്റി അങ്ങനെയുള്ള ഒന്നും പാലിച്ചില്ല എന്നുള്ളൊരു മാനദണ്ഡമാണ്. പക്ഷേ എന്നാലും വിദ്യാർത്ഥികളാവുമ്പോൾ അവർക്ക് പ്രചോദനം ഉണ്ടാകും. കാരണം കലാപരമായിട്ടുള്ള പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ആർക്കും വളർന്നു വരാൻ പറ്റും. അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. എല്ലാവരും 100% എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ കുട്ടികളിലാണോ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കൊണ്ടുവരണം, കൈ ഉയർത്തി കൊണ്ടുവന്നാലേ പറ്റും. സാധാരണ നമ്മൾ കൈ ഉയർത്തി പിടിച്ച് കൊണ്ടുവന്നൊരിടത്ത് നിർത്താമെങ്കിൽ ആ കൈ പിടിച്ച ആളിനോട് അവനെന്നും ഒരു കിടപ്പാടുണ്ടാകും, നന്ദിയും കിടപ്പാടും അവനുണ്ടാകും. എനിക്കായാലും അതാണ്. നമ്മളടുത്ത് ഒരു കുട്ടി ഒരു സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഇനി അവൻ നമ്മളടുത്ത് വിരോധം കാണിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ ആ ഒരു നേരമെങ്കിലും നമ്മൾ അല്ലെങ്കിൽ അവനൊരു സ്ഥാനത്ത് എത്തുമ്പോഴെങ്കിലും ഇന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിന് കാരണക്കാരനായ ഒരാളെന്നുള്ളത് മനസ്സിലെങ്കിലും കാണും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴെങ്കിലും ഇന്ന ആളല്ലേ എന്നുള്ള ഒരു പരിചയം കാണുമല്ലോ. അപ്പം ആ തരത്തിൽ വരികയാണെങ്കിൽ പ്രോത്സാഹനം എപ്പോഴും എല്ലാ കുട്ടികൾക്കും എല്ലാ കലാകാരന്മാർക്കും അത്യാവശ്യം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യേണ്ടതാണ്. പിന്നെ ഇപ്പം അമ്മമാരൊക്കെ കൂടുതൽ തിരുവാതിര കളിയിലേക്ക്, അതുപോലെ കൈകൊട്ടിക്കളി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പം നടക്കുന്നുണ്ട് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ. അപ്പൊ ഇവിടെ അങ്ങനെ ആ അമ്മമാരൊക്കെ വരാറുണ്ടോ? ഇപ്പം നമ്മളിൽ തന്നെ 3 ഗ്രൂപ്പ് നമുക്കുണ്ട്.
3 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ച അമ്മമാരാണ്. അമ്മമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സായവരുമല്ല, യുവാക്കളായിട്ട് യുവതികളായിട്ടുള്ള. പക്ഷെ അത് എനിക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിലുപരി നമ്മുടെ സമൂഹത്തിന് അതൊരു വലിയൊരു സ്ത്രീകൾക്കുള്ള ഒരു വളരെ ഒരു പ്രചോദനമാണ്. അവർക്ക് മുന്നിലോട്ട് വരാനുള്ള ഒരു പിന്നണിയിൽ നിന്നും മുന്നണിയിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനമാണ്. സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് 4 ആളുടെ മുമ്പിൽ നിന്ന് അവർക്ക് നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഷെയിമായിട്ട് മാറുന്ന കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ തരത്തിലുള്ള യുവതികൾ ഒരു കാലത്ത് ഫ്രണ്ടിലോട്ട് വരത്തില്ല. ബാക്കിൽ നിന്ന് സംസാരിക്കാൻ കൂടെ പറ്റാത്ത കാലത്തിൽ നിന്നും ഇന്ന് അവർ മുന്നണിയിലേക്ക് വരിക എന്നുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. ഇവിടെ 3 ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അവരെല്ലാം വളരെ ഹാപ്പിയാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് പ്രോത്സാഹനം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ആ ഫാമിലി എല്ലാം നമ്മളുമായിട്ട് വളരെയധികം അടുപ്പമാണ്. ഈ ഇവർ വരുന്നുള്ളൂ, അവരെല്ലാം നല്ല സഹായിക്കുകയും നമുക്ക് ബന്ധുക്കളാക്കുക. അപ്പോൾ അത്രയും ആൾക്കാർ നമുക്ക് വരികയും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന്. അവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടായി എല്ലാ വീട്ടിലുള്ളതാവട്ടെ, ജോലിയുള്ള കുറേയായിരുന്നു, ജോലികൾക്കിടയിലുള്ള ടെൻഷനും എല്ലാം മറന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര ബഹളം കാണിച്ചവർ വളരെ അട്ടഹാസം നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അവര് പഴയ കാലത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ പഴയതിലേക്ക് പോകണമെന്ന് പല സ്ത്രീകൾ നമ്മളടുത്ത് പറയുന്നുണ്ട്. നമുക്കും അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരെ പഠിപ്പിക്കുന്ന സ്റ്റേജിൽ കൊണ്ടുവരിക എന്നുള്ളത്. പ്രായം കൊണ്ട് നമ്മുടെ കൊച്ചുകുട്ടികളെ പോലെ പെട്ടെന്ന്, പിന്നെ കൊച്ചുകുട്ടികളെ പോലെ അല്ല, ഞാൻ പഠിക്കുന്നത് പോലെയല്ല എൻ്റെ മോള് പഠിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇഴകിച്ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് ഒരു സംഭവം പഠിക്കുമ്പോൾ പല കാര്യങ്ങളിൽ കൂടെ ഇടയിൽ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ആ കാര്യം കൂടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് അതല്ല, അവർ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എങ്കിൽ കൂടെ ഈ ടെൻഷൻ്റെ ഇടയിൽ അവർക്ക് കിട്ടുന്ന നന്നായിട്ടുള്ള ഒരു എൻജോയ്മെൻ്റ് ആണ് ഇവിടെ എന്ന് അവർ പറയാറുണ്ട്. ഇവിടെ വന്ന ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ ദേഹം ഉയർത്തുകയും മനസ്സുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് വളരെ സൗഹൃദമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അവർ പറയാറുണ്ട്. ശരിയാണ്. അവരുടെ അടുക്കളയിൽ മാത്രമല്ല, വീടിനകത്ത് മാത്രം ഒതുങ്ങപ്പെട്ട ആൾക്കാരാണ്. പുറത്തേക്ക് വരുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും, പിന്നെ വളരെ ഹാപ്പിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു അരങ്ങേറ്റം ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും? നമ്മൾ ഒരു അരങ്ങേറ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഴയ രീതിയിലുള്ള അരങ്ങേറ്റം ഇപ്പം ഒരു ഇനം പഠിച്ചു, അതായത് ഭരതനാട്യമോ മോഹിനിയാട്ടോ കുച്ചിപ്പുടിയോ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കച്ചേരി പാറ്റേണിലാണ് നമ്മൾ പഠിക്കുന്നത്. സിലബസ് പോലെ കച്ചേരി അത് നമ്മൾ ആദ്യത്തെ തോടയം മുതൽ നമ്മൾ തില്ലാന വരെ പഠിപ്പിച്ച് അത് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ കുറച്ച് അതായത് ഒരു 10 വയസ്സിന് ശേഷമുള്ള കുട്ടിയെ പഠിപ്പിച്ച് 10 വയസ്സ് തൊട്ട് 14 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ അരങ്ങേറ്റം പറ്റും. അത് ആ കുട്ടിക്ക് മാത്രം അത് കച്ചേരി പാറ്റേൺ. നമ്മളിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ നടത്തുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയല്ല നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം പഠിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 2 ഐറ്റം നമ്മൾ പഠിപ്പിക്കും. 2 or 3 ഐറ്റം പഠിപ്പിച്ച് അവരൊരു നല്ല രീതിയിൽ ആ ഐറ്റം പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് പേപ്പർ പോലെ നമ്മൾ അവർക്കൊരു പ്രോഗ്രസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരങ്ങേറ്റം എന്ന് പേര് പറയണമെങ്കിൽ അത് ശരിക്കും ഭരതനാട്യത്തിൻ്റെ ആദ്യത്തെ 3 ഐറ്റങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ പഠിപ്പിച്ച് വരുമ്പോഴേക്കും അത് മാനസികമായിട്ടുള്ള വികാസം ഉണ്ടാവും. കാരണം അവരുടെ സ്റ്റേജിൽ ചെയ്യുക, പുതിയ ആഭരണങ്ങൾ ഇടുക, മേക്കപ്പ് ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കുറച്ചുകൂടെ സന്തോഷവും കുറച്ചുകൂടെ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് അവർ പഠിപ്പിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും പിന്നെ അടുത്ത ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ അമ്പലങ്ങളിലുള്ള സ്റ്റേജിൽ ഒക്കെ വരുന്നതിന് നമ്മൾ കളിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രോത്സാഹനമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇത് പഠിക്കണമെന്ന് തോന്നുന്നു. ഒരു ഐറ്റം പഠിപ്പിച്ച് തുടങ്ങിയാൽ പിന്നെ ആ ഐറ്റം പഠിക്കുന്നവർക്ക് ആബ്സെൻ്റ് അല്ല, കറക്റ്റ് ആ ഐറ്റം പഠിച്ച് തീർന്നാൽ പിന്നെ വരാതെ ആവുള്ളൂ. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കറക്റ്റ് അവർ വരുന്ന പുതിയ ഐറ്റം പഠിക്കാനുള്ള ഒരു വ്യക്തി. കാരണം നമ്മൾ 3 ഐറ്റം പഠിച്ചതല്ലേ, ഇനി അടുത്ത് 4ാമത് പുതിയൊരു ഐറ്റം പഠിക്കാൻ. അതല്ല, നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് പോയി കഴിഞ്ഞാൽ കുട്ടികളങ്ങ് മാനസികമായിട്ട് പെട്ടെന്ന് എന്നും ചൂട് പിടിക്കുക, അല്ലെങ്കിൽ ആ ഐറ്റം തന്നെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഐറ്റത്തിൻ്റെ കണ്ടിട്ട് നമ്മൾ തിയറിക്കലായിട്ടും കൂടുതൽ കൊടുക്കാൻ എന്നത് കുറച്ചുകൂടെ വലിയ വ്യത്യാസം മാത്രമേ മനസ്സിലാക്കാം. കൊച്ചു കുട്ടികൾ വരുന്നവരെല്ലാവരെയും അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്റ്റേജിൽ കയറ്റി, എല്ലാ കുട്ടികളും നമ്മൾ സ്റ്റേജിൽ കയറ്റി കളിപ്പിക്കുക. അത് മറ്റേ കാണികൾക്കും അതൊരു വളരെയധികം സന്തോഷവും നല്ല ഒരിതാണ് നമുക്ക് കിട്ടാറുള്ളത്. അങ്ങനെ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്.
പ്രിയയുടെ അജിൻ സാറിന്റെ ഇളയ മകൾ ദേവയാനിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹായ്, ഹലോ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം, നന്നായിട്ട് പോകണം. ഇപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഡാൻസ് ക്ലാസ്സും കാര്യങ്ങൾ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ +2 കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഡാൻസ് ക്ലാസ്സൊക്കെ ആയിട്ട് ഒരു ബാച്ച് സ്വന്തമായിട്ട് എടുത്ത് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് സ്വയം വരുമാനമുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ഈ ഇങ്ങനെ നമുക്കൊരു ഏർണിങ്സ് കിട്ടുന്നു എന്നുള്ളൊരു ഘടകം കൂടി ഇതിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ കൂടുതൽ ഇപ്പം ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഷോസ് ഒക്കെ വരുമ്പോൾ ഒരു ബാച്ച് അല്ലെങ്കിൽ എല്ലാ ബാച്ച് സ്റ്റുഡൻസിനെയും ഒരു ക്ലാസ് ഞാനും ചേച്ചിയായിട്ട് എടുക്കാറുണ്ട്. അല്ലാതെ ബാച്ച് വൈസ് മാത്രമായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ചേച്ചിയും ക്ലാസ് എടുക്കാറ്. എനിക്കൊരു ബാച്ച്, ചേച്ചിക്കൊരു ബാച്ച്, അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ ഏർണിങ്സ് അങ്ങനെ അതിപ്പോൾ അച്ഛനും ഞങ്ങളെല്ലാവരും ഇപ്പം എനിക്ക് ഏർണിങ്സ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര എമൗണ്ട്, അച്ഛൻ അങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്നാലും ഒരു സന്തോഷമല്ലേ നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ അധ്വാനിക്കുന്നു, അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സംഭവം. പിന്നെ ഇനി സിനിമ, സീരിയൽ രംഗത്തേക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, സിനിമ അങ്ങനെ എനിക്ക് താല്പര്യം. എനിക്ക് കൂടുതൽ ഡാൻസ് ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കണം എന്നാണ്. പിന്നെ ചെറുതായിട്ട് മേക്കപ്പ് അങ്ങനെ ഒരു ഇതുകൂടെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നുണ്ട്. ഡാൻസ് എനിക്കിപ്പോ ഭയങ്കര ഇപ്പം ഞങ്ങൾ ഡാൻസ് പഠിച്ചു തുടങ്ങുമ്പോഴേ അതിനറിയാം. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് ഒരു ടോപ്പിക് എടുത്ത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഒത്തിരി പഠിക്കാറുണ്ട്. അപ്പം അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ 12th കഴിഞ്ഞിട്ടായാലും അത് തന്നെയാണ് നോക്കുന്നത്. കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതോറും എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്ക് കുറച്ചുകൂടി ഇൻപുട്ട് അതിലോട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലോട്ട് അങ്ങനെ സിനിമ അങ്ങനെ ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. എന്നാലും വന്നുകൂടായില്ല. എടാ, ഇപ്പൊ നമ്മള് ന്യൂജൻ പിള്ളേർ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും പേര് മൊബൈൽ തന്നെ ആയിരിക്കും കൂടുതൽ ടൈം അല്ലെ. അപ്പൊ ഡാൻസ്, അതും ഒരു ഈ ക്ലാസിക്കൽ ഫോമിലുള്ള ഡാൻസ് അതിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തില് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇയാള് എങ്ങനെയാണ് ഫ്രണ്ട്സിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഫ്രണ്ട്സിനെ ഞാനങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇത് പഠിക്കുക ഭയങ്കര അങ്ങനെ ഞാൻ അവരോട് പറയുന്നില്ല. എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഫ്രണ്ട്സുമായിട്ട്. ഓരോ പ്രോഗ്രാമിൽ പോയിട്ടായാലും റെക്കോർഡിംഗ് സെഷൻസ് ആയാലും നമ്മൾ ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് ഇപ്പം രാമായണം എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഞങ്ങൾ രാവും പകലും ഇല്ലാതെ അതായത് നമ്മളിപ്പോൾ ഒരു 3 monthsoളം കംപ്ലീറ്റ് ആയിട്ട് എക്സാംസോ സ്കൂളോ ഒന്നും നോക്കാതെ ഞങ്ങളൊരു ലാസ്റ്റ് ഇയർ ഞങ്ങൾ എല്ലാവരും ഡാൻസ് നമ്മളിപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും നമ്മൾ നിന്ന് അതിലോട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. നമ്മൾ അതിലോട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, ഫുഡ് എല്ലാം. അപ്പം ഞാൻ ഈ എക്സ്പീരിയൻസ് അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തരാൻ ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. അവർക്ക് സ്വന്തമായിട്ട് താല്പര്യം വരാറ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പണ്ട് ഡാൻസിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഫ്രണ്ട്സ് ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറയുന്ന അവർക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണോ എനിക്കറിയില്ല. ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് നിന്നോട് കളിക്കണം എന്നുണ്ട്, നമുക്കൊരു വീഡിയോ കണ്ടിട്ടായിരിക്കാം ഞാൻ അവരോട് പറയുന്നതും ഒക്കെ കൂട്ടിയിട്ടായിരിക്കും. ഇപ്പം പണ്ട് വെസ്റ്റേൺ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സ് ഇപ്പോൾ ഒത്തിരി പേര് എന്നോട് വന്ന് വേണം നമുക്ക് രണ്ടു കൂടെ ചെയ്ത പ്രോഗ്രാം ചെയ്താലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട്. അപ്പം മേ ബി ഞാൻ പറയുന്ന കേട്ടിട്ടായിരിക്കാം അവരിതിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കൂടുതൽ ഇപ്പൊ എന്റെ പ്രോഗ്രാം അല്ല വേറൊരാളുടെ പ്രോഗ്രാം കണ്ടാലും അവർക്ക് മനസ്സിലാവും സ്റ്റോറി എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവാനുള്ള ഒരു ഇതുണ്ട്. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ കാഷ്വൽ ടോക്ക് ആയിരിക്കും, പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ അവർക്ക് കുറെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ തോന്നുന്നു. അപ്പൊ ദേവയാനിയുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഏകദേശം ഒരു കുഞ്ഞു ഡാൻസേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ തന്നെയാണോ ഗുരു, അതോ വേറെ ഏതെങ്കിലും ഗുരുനാഥനൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇതുവരെ അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത്. കുഞ്ഞിനെ മുതൽ എല്ലാവരും ചേച്ചിയായാലും അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ വേറൊരാൾക്ക് പോയി പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കും വേറൊരു സാറ് പഠിപ്പിക്കുന്നത്. അവരെ ടീച്ചിങ് രീതിയായാലും എല്ലാം. അച്ഛൻ കൂടുതൽ ഈ പറയുന്ന പോലെ കേരള നടനം, ഭരതനാട്യം, കുച്ചിപ്പുടി ഇതൊക്കെയാണ് അച്ഛൻ
സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതല്ലാതെ മോഹിനിയാട്ടം ഇതൊക്കെയാണ് അച്ഛൻ സ്പെഷ്യൽ. അതല്ലാതെ വേറെ ഇപ്പോൾ കഥക്കായാലും അങ്ങനെയൊക്കെ എനിക്ക് വേറെ പോയി പഠിക്കണം എന്നാഗ്രഹമുണ്ട്. വേറൊരു സാർ എങ്ങനെയായിരിക്കും പഠിക്കും, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ വേറൊരു സാർ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറുന്നു എല്ലാവരും ഇപ്പം നമ്മുടെ ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് വരികയാണല്ലോ. എനിക്ക് രാവിലെ ഉറക്കം എണീച്ചാൽ ഡാൻസ് ക്ലാസ് ആണ്. ഞങ്ങൾ ഈ ശബ്ദം കേട്ടാണ് ഉറങ്ങുന്നത്, ഈ ശബ്ദം കേട്ട് തന്നെയാണ് എണീക്കുന്നത്, പഠിക്കുന്നത് എല്ലാം ഡാൻസിന്റെ ഈ തട്ടുന്ന ഈ താളം കേട്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. എല്ലാത്തിലും ഒരു താളമുണ്ട്, എല്ലാത്തിനും ഒരു താളമുണ്ട്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എക്സ്പ്ലോർ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ അച്ഛനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ വിൻ ചെയ്തിട്ടുള്ള കോമ്പറ്റീഷൻസ് അല്ലെ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് 2 വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു. 2 വർഷവും സ്റ്റേറ്റ് ലെവലിലുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ CBSE ആയിരുന്നു. അപ്പൊ അതിന് മുന്നേ ഞാൻ സഹോദയ കോമ്പറ്റീഷൻസിന് ചേർന്നിട്ടുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് ഇപ്പൊ സഹോദയക്ക് ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയായിട്ട് പോയി സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പൊ ദേവയാനിയുടെ കുറെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു, ആളുടെ എക്സ്പീരിയൻസും പിന്നെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന കഥയും ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുത്തിയ കഥയും ഒക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് അമ്മയുണ്ട് ഇവിടെ, അപ്പൊ അമ്മേനെ വിളിക്കും. ചേച്ചിനോടാണ് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. എന്ന് വെച്ചാൽ സാർ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ചേച്ചീൻ്റെ കാര്യം പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡാൻസ് മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ അങ്ങനെ കുറേ സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഡാൻസ് പഠിക്കാൻ വരുന്നത് കണ്ടിട്ടാണോ ചേച്ചി തുടങ്ങിയത് ഡാൻസ് പഠിക്കാൻ? അങ്ങനെ എനിക്ക് ഡാൻസിനോട് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്, വലിയ താല്പര്യമാണ്. അപ്പോൾ അത് അതിലോട്ട് വരാനായിട്ട് കല്യാണം കഴിഞ്ഞ നിമിഷം പറ്റിയിട്ടുണ്ട്. അതാണ് ഉണ്ടാകാറൊന്നുമില്ല, യാത്ര വിശ്വാസമാണ്. അപ്പൊ ഇപ്പം എത്ര സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്? എല്ലാ സ്റ്റുഡൻറ്റും കവറായി വരുന്നുണ്ട്. എല്ലാ ബാച്ചിലും ഞാൻ കഴിഞ്ഞവരായിട്ടാണ് സമയം ഞാൻ പഠിപ്പിച്ച് റെഡിയാക്കി സാധാരണ അവർ കുറേ പേഴ്സ് ഇങ്ങോട്ട് വരും. എല്ലാവരും ചേച്ചിയാണോ അപ്പം ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഓരോന്ന് ഞാൻ പറയുന്ന സമയത്ത് ക്ലാസ് വെക്കണം, ഞാൻ അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റും. ഇവർക്ക് ഈ സമയത്ത് വെക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ ഡാൻസ് ക്ലാസ് തുടങ്ങും, പിന്നെ ഉറങ്ങുന്നത് വരെ ഡാൻസിൽ തന്നെയായിരിക്കും അല്ലേ? അപ്പൊ ആ കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഡാൻസും രണ്ടും ഒരേപോലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സന്തോഷമാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, ഇഷ്ടത്തോടു കൂടി തന്നെയാണ്. പിന്നെ ഇവരുണ്ടല്ലോ മക്കളാണെങ്കിലും സാറാണെങ്കിലും ഒക്കെ കൂടെ ഉണ്ടല്ലോ അല്ലെ? അപ്പം ശരിക്കും പറഞ്ഞാൽ ചേച്ചി തന്നെയാണ് ഈ ഇതിന്റെ 4 പേര് ഡാൻസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഒരു നെടുന്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ മുഖ്യ പങ്ക് വഹിക്കുന്നത് ചേച്ചി തന്നെയാണല്ലേ? സാർ ഒരു 10,000-ഓളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവരൊക്കെ കലാരംഗത്ത് വേറെ മേഖലയിൽ, അതായത് സിനിമ, സീരിയൽ അങ്ങനെയുള്ള മേഖലയിൽ തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു നൃത്തം ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? നമ്മൾ ക്ലാസ് എടുക്കുന്ന എൻ്റെ കുറച്ച് 3 കിലോമീറ്റർ വലിയ സ്കൂൾ, ആ സ്കൂളിലെ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്ന ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അതേപോലെ തന്നെ സൗദിയിൽ എൻ്റെ സ്റ്റുഡൻറ്റുകളുണ്ട്, അതൊന്ന് പഠിച്ചിട്ട് പോയി അവരവിടെ ക്ലാസ്സുകൾ നന്നായിട്ട് കയറി ചെയ്യുന്നവരുണ്ട്. പിന്നെ തിരുമല അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് കുട്ടികൾ, നമ്മൾ കൊച്ചിലെ പഠിച്ച കുട്ടികൾ തന്നെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുപാട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഗുരുനാഥൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ അവരെല്ലാവരും നിരന്തരമായിട്ട് നമ്മളെ കാണാൻ വരികയും അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് എന്തെങ്കിലും അവർ കൂടുതൽ അത് ചെയ്യുമ്പോൾ എല്ലാ അഭിപ്രായം ചോദിക്കാറുണ്ട്. അത് ഏതൊരൈറ്റം കമ്പോസ് ചെയ്യണമെങ്കിൽ സാർ ഇത് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ രീതി, അല്ലെങ്കിൽ അവർക്കുള്ള സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും അവരെ പഠിപ്പിച്ച ഭാഗങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് കളിച്ച് കാണിച്ചിട്ട് അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. പോരായ്മകൾ വരാറില്ല അവരിൽ, എങ്കിലും അവർക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കാണിക്കുക. അത് നമുക്ക് വളരെയധികം ഹാപ്പിയായി തോന്നാറുണ്ട്. അവർ വന്ന് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് എപ്പോഴും സാർ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ കുട്ടികളെ സ്റ്റേജിൽ കയറ്റം
അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ നമുക്കുണ്ട്. ഇനി നമുക്ക് വേണ്ടിയിട്ടൊരു പെർഫോമൻസ് കണ്ടാലോ? ഈ ഫാമിലിയിൽ ഒരാളും കൂടി ഉണ്ടല്ലേ, ചേച്ചി ഇന്ന് ഇവിടെ ഇല്ല, എന്തോ തിരക്കാണ് തോന്നുന്നു അല്ലേ? ആ ഓക്കെ. അപ്പൊ ചേച്ചി ഇവിടെ ഇല്ല, ബാക്കി 3 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 പേരും അത്യാവശ്യം വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക് യു. നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. ബൈ.